ദിവസം കുറച്ച് കർക്കിടക കഞ്ഞി വാങ്ങിച്ചു കഴിച്ചിട്ടോ ഒന്നുമില്ല. അത് ദഹനം കുറവായ സമയത്ത് നമ്മളുടെ കേരളത്തിലെ ധാന്യം അരി തന്നെയാണ്, ഗോതമ്പല്ല അല്ലേ. അത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഒരു സാധനമാണ്. നോർത്ത് ഇന്ത്യയിൽ ഇവര് അരി മഞ്ഞുകാലത്തൊന്നും അരി കഴിക്കില്ല, പുഴുക്കം വരും കൂടുതൽ, ശരീരത്തിന് ഉൾപ്പുഴുക്കം വരും. അപ്പം അതുകൊണ്ട് പിന്നെ അതിലിടുന്ന മരുന്നുകൾ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനും അതോടൊപ്പം നമ്മുടെ അഗ്നി, നമ്മുടെ നിങ്ങളെ കാഴ്ചപ്പാടിൽ വിശപ്പ് അല്ലെങ്കിൽ ശരീരത്തിലെ ഒരു നമ്മളെല്ലാ കോശങ്ങളിലും അഗ്നിയുണ്ട് അല്ലേ. എല്ലാ കോശങ്ങളിലും ദഹന പ്രക്രിയ നടന്നിട്ട് വേണം ഓരോന്നുണ്ടാവാൻ. അപ്പം അങ്ങനത്തെ അഗ്നി കൂടാനും വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് അതിലുള്ളത്. പെട്ടെന്ന് ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് തളർച്ച വന്നാൽ ആശുപത്രിയിൽ പോയിട്ട് എന്താ അവർ ആദ്യം ചെയ്യുക? പെട്ടെന്ന് ഞാൻ തലകറങ്ങി വീണു, ആശുപത്രി കൊണ്ടുപോയി അവരെന്താ ചെയ്യുക? ആദ്യം ഗ്ലൂക്കോസ് എങ്ങനെ കയറ്റുന്നത്? വായി കൂടെ തരുമോ? ഇല്ല. അത് അതിൻ്റെതായ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ IV ഇടും അല്ലേ. പക്ഷെ മുൻകാലഘട്ടത്തിൽ അങ്ങനെ IV എന്നുള്ള സിസ്റ്റം അല്ലെങ്കിൽ ഉള്ളിലേക്ക് രക്തത്തിലേക്ക് കടത്തിവിടാൻ, ഞരമ്പുകളിലേക്ക് കടത്തിവിടാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കഞ്ഞിയാണ് പറയുന്നത്. ക്ഷീണം മാറാൻ, ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കൂ അല്ലേ, കഞ്ഞി. അപ്പൊ അങ്ങനെയാണ് കഞ്ഞി രൂപേണ ശക്തി കൂട്ടാനുള്ളതും നമ്മുടെ ദേഹബലം കൂട്ടാനും അഗ്നിബലം കൂട്ടാനും. മഴക്കാല സമയത്ത് അഗ്നിബലം ദേഹബലം കുറയും, രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ ചൂട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അതിനുള്ള ഒരു പ്രതിരോധ മാർഗമാണ് ഈ കർക്കിടക കഞ്ഞി സംവിധാനം. പിന്നെ ഇലകളൊക്കെ 10 ഇലകളൊന്നും ശാസ്ത്രീയമായിട്ട് ശരിക്കും അത് നമ്മളങ്ങനെ തെളിയിച്ചതാണ്. അല്ലാതെ ആയുർവേദ ശാസ്ത്രപ്രകാരം ഈ 10 ഇലകൾ എന്ന് കൃത്യമായിട്ട് പറയുന്നൊന്നുമില്ല. അത് നമ്മളുടെ കാലഘട്ടം, നമ്മുടെ ചുറ്റുപാട്, സംസ്കാരം. പിന്നെ ആ കാലഘട്ടത്തിൽ പുറത്തേക്ക് പണിക്ക് പോകാൻ പറ്റില്ല, പഞ്ഞമാസല്ലേ, ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സ്വരുക്കൂട്ടി വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ജീവിക്കുന്നു. വീടിൻ്റെ അകത്തിരുന്ന് മുൻകാലഘട്ടത്തിൽ നാമജപങ്ങളുമായി പുറത്തേക്ക് പോകാൻ പറ്റാതെ പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾ എന്താ ചെയ്യണേ? മഴക്കാലത്തിന് പ്രതിരോധിക്കാൻ മൈലാഞ്ചി എല്ലാം ഇട്ട് അല്ലേ, വളം കടിക്കാതിരിക്കാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട്. അപ്പം അങ്ങനെ പിന്നെ വേറെ പിന്നെ അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു സാംസ്കാരികമായിട്ടും അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടത് കൊണ്ടാണ് എന്താണ് മുക്കിറ്റിപ്പൊട്ടും പറമ്പിൽ കാണുന്ന ഇലകൾ. അത് പോഷകമൂല്യങ്ങളുണ്ട് ഇലകൾ, പക്ഷെ അത് ആ സമയത്ത് മഴ വരുന്നതിന് മുമ്പ് പൊന്തി വരുന്ന ഇലകളും ഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിൽ ഉള്ളിലിരുന്ന് ശരീരത്തിനെ സംരക്ഷിച്ചു വന്നു. അടുത്ത കാലഘട്ടത്തിൽ കൊയ്ത്തിനൊക്കെ പോകാൻ ഇറങ്ങാനുള്ള ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് കഞ്ഞിയൊക്കെ കുറേ കുടിക്കുക. മനസ്സിലായോ? കഞ്ഞിയൊക്കെ കുറേ കുടിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇനി നമുക്ക് ഗർഭിണികളിലേക്ക് എത്താം. ഗർഭിണികൾ എന്ന് പറയുമ്പോൾ ഗർഭസ്ഥ ശിശുവുമുണ്ട് അല്ലേ, അമ്മയുമുണ്ട്. അപ്പൊ രണ്ടുപേരെയും പരിപാലിക്കണം. എന്തിനൊക്കെ വേണ്ടിയാണ്? പ്രസവം കുഴപ്പമില്ലാതെ വരണം അല്ലേ, അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രസവം കുഴപ്പമില്ലാതെ വരണം, അതിനുശേഷം കുഞ്ഞും ആരോഗ്യമായിരിക്കണം അല്ലേ. പിന്നെ അതിനുശേഷം സ്ത്രീക്ക് എന്താ പറയുക, പഴയ ശരീരമൊക്കെ സെറ്റ് ആവണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കും ആവണം. പിന്നെ മുലയൂട്ടാൻ പറ്റണം അല്ലേ. മുലയൂട്ടാൻ പറ്റിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറേ ഉണ്ട്. മുലയൂട്ടാൻ പറ്റണം. അപ്പം അതിനു വേണ്ടിയിട്ടും ശരീരത്തിനെ പാകപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് കുറേ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു 2 പേര് വളരുന്നുണ്ട്, അപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം അല്ലേ. അങ്ങനെയൊക്കെ പറയുമെങ്കിൽ 2 പേർക്കുള്ള ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ 2000 കാലറിയുള്ള ഒരു 500 കുറച്ച് കൂടുതൽ കഴിക്കണം. പോഷകമായിട്ടുള്ള പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും സമ്മിശ്രമായിട്ട് ഭക്ഷണം കഴിക്കണം. പിന്നെ ഇവിടെയുള്ളതൊന്നും ആദ്യ പ്രസവത്തിന് പോകുന്ന ആൾക്കാരല്ല. അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും മറ്റ് പല ഉപാധികളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ 3 മാസത്തിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ട് 3 മാസത്തിൻ്റെ ഉള്ളിൽ ആശുപത്രിയിൽ പോയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ആയുർവേദം എന്ന് പറഞ്ഞത്, ഇനി ഒന്ന് ആയുർവേദത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എന്താണ് ആയുർവേദത്തിനെ കുറിച്ച് അറിയാം? അറിയോ? എന്താ അറിയാം?
കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മരുന്നൊക്കെ കൊടുക്കണം. അപ്പോൾ മുലപ്പാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊരു മാഡ് എടുക്കും. കുട്ടികളുടെ പ്രതിരോധ ശക്തിയുടെ കാര്യങ്ങളും മരുന്നിൻ്റെ കാര്യങ്ങളും ഒരു സാറെടുക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. അപ്പോൾ എൻ്റെ 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് ആയുർവേദത്തിനെ കുറിച്ച് എന്താ അറിയാം? എന്തൊക്കെ ആയുർവേദത്തിന് ചികിത്സകളുണ്ട് പറയാൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് പറഞ്ഞു. ഇതിപ്പോൾ പരീക്ഷയൊന്നല്ല. നസ്യം, വസ്തി, കിഴി, തൈലം. ഇത് പറഞ്ഞില്ല നിങ്ങൾ? തൈലം, പിന്നെ കഷായം, അരിഷ്ടം, ഗുളിക, പൊടി, ലേഹ്യം, തൈലം, പിന്നെ കുറേ നെയ്യ്, ഇടിച്ചു വീണ നീരുകള് ഇല്ലേ? ഇത്രയ്ക്കുള്ള ആയുർവേദം അത്ര അറിയുള്ളൂ അല്ലേ? പക്ഷെ ആയുർവേദം കാലഘട്ടങ്ങളായി പുരോഗമിച്ചു വന്നു. സാങ്കേതിക വിദ്യ അല്ലെ, ടെക്നോളജി ഡെവലപ്പായപ്പോൾ പണ്ട് ഫോണൊന്നുമില്ല. ഒരു 25 കൊല്ലം മുമ്പ് ഞാൻ ബോംബെയിൽ പോയപ്പോൾ റോഡിൽ കൂടെ ഫോൺ വിളിച്ചൊരു കുട്ടി പോകണുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്തു, ഇതെന്താ ഫോണോ? സെല്ലുലാർ ഫോൺ, സെൽഫോൺ. അത് ഇപ്പോൾ പുതിയ വരുമ്പോഴേ മടങ്ങി ബോക്സ് പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷേ അത് എത്ര കാലഘട്ടം കഴിഞ്ഞ് 10-25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അല്ല 25 കൊല്ലം എന്നല്ല, ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവിടെ എത്തി അല്ലേ? അപ്പോൾ അതേമാതിരി കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉഴിച്ചിലും വീഴ്ചിലും ധാരാവസ്ഥ ഒന്നും അല്ല. അത് മാത്രമേ ജനങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അലോപ്പതി ശാസ്ത്രത്തിൻ്റെ പോലെ തന്നെ ആയുർവേദത്തിലും ഓരോ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിലെ ഒരു വിഭാഗം, ഒരു ചികിത്സാ വിഭാഗമാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ പിന്നെയുണ്ട്. വസ്തിയുണ്ട്, വമനമുണ്ട്, ഛർദ്ദിപ്പിക്കലുണ്ട്, വയറിളപ്പിക്കലുണ്ട് ഒക്കെ ഉണ്ട്. അതൊരു വിഭാഗമാണ്. പക്ഷെ ഓരോ അംഗങ്ങളും ഇപ്പോൾ ഗർഭം, പ്രസവം, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ, പ്രസൂതി തന്ത്രം, സ്ത്രീരോഗം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾ ഗൈനക്കോളജി, ഓബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞ പോലെ ആ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചർമാരാണ് ഞങ്ങൾ ലേഡീസ്. സാറ് കൗമാരവൃത്തി എന്ന് പറയും. കൗമാരവൃത്തി നമ്മൾ മലയാളം അറിയണമല്ലോ, കുമാരന്മാർ അല്ലേ? ആ കുട്ടികളുടെ, അത് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന കുട്ടി അല്ലേ? മുമ്പ് അവിടെ മുതൽ ഒരു പൗരനായി വരണവർ എന്നെടുക്കാം. അപ്പം അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വിഭാഗങ്ങൾ ആയുർവേദത്തിലുണ്ട്. അതുമാതിരി കണ്ണ്, മൂക്ക്, ചെവി ഓരോന്നിനും ഉണ്ട്. അപ്പം അങ്ങനെ MD എടുത്താൽ മാത്രമാണ് കുറച്ചുകൂടി സ്പെഷ്യലൈസേഷൻ. നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാൻ പോയില്ലേ? സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് വിഭാഗം വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനും സ്പെഷ്യലൈസേഷൻ ഡീൽ ചെയ്യാനും നമുക്ക് പറ്റും. മറ്റ് MBBS, MD എന്ന് പറഞ്ഞ മാതിരി BAMS, MD അല്ലെങ്കിൽ MS എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കേരളത്തിലെ ചുറ്റുപാടുകളിൽ പ്രസവം ഇവിടെ ഡീൽ ചെയ്യാറില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് ആയുർവേദ ആശുപത്രികളിലും ഞങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിലുമല്ല പ്രസവങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ട്രെയിൻ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ ആശുപത്രികളിൽ, ആയുർവേദ ആശുപത്രികളിൽ പ്രസവം ഡീൽ ചെയ്യാറില്ല. പണ്ട് വീടുകളിലെ പ്രസവം ഡീൽ ചെയ്തിരുന്നില്ലേ? അതിലും സെക്യൂർ ആയിട്ട് ഉള്ള രീതിയിലൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഗർഭിണികൾ എപ്പോഴും ഗർഭം സ്ഥിരീകരിച്ച അപ്പം തന്നെ കൃത്യമായ വൈദ്യ അല്ലെങ്കിൽ കൃത്യമായ ഡയഗ്നോസിസ് വേണം. കൃത്യമായ മരുന്നുകളോ കൃത്യമായ പരിശോധനകളെല്ലാം ചെയ്യണം. അപ്പോൾ 3 മാസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ പിന്നീട് ബാധിക്കണം. അമ്മയ്ക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടോ, BP ഉണ്ടോ, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടോ, അതെല്ലാം കണ്ടുപിടിച്ചാൽ മാത്രമാണ് ആ കുട്ടി മുന്നോട്ട് ആരോഗ്യവാനാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ വൈദ്യ എന്തായാലും ആശുപത്രിയിൽ ആശ്രയിക്കും. അപ്പോൾ ഈ വിഭാഗമൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്യും കേട്ടോ. പ്രസവം ഒഴികെ ഞങ്ങളെല്ലാം ഡീൽ ചെയ്യും. പ്രസവം ഒഴികെ ഡീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ട്, നമുക്ക് നമ്മളുടെ സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമുക്ക് സാധിക്കില്ല എങ്കിൽ നമുക്ക് ഹയർ സെൻ്ററുകളിൽ ഞങ്ങൾ റെഫർ ചെയ്യും. ഇനി അപ്പോൾ ഓരോ എവിടെയാണെങ്കിലും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സ്ഥലത്താണെങ്കിലും കൃത്യമായ എന്തിനു പോകണം, പരിശീലനയ്ക്ക് പോകണം. കൃത്യമായി സ്കാൻ ചെയ്യണം. കുട്ടിയുടെ അൾട്രാസൗണ്ട് സ്കാൻ അവർ പറഞ്ഞ് പൈസ ഇല്ല എന്ന് പറഞ്ഞ് നീട്ടി വെക്കരുത്. പിന്നെ
കുട്ടികൾക്ക് എന്തെങ്കിലും അവയവങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്ന് അറിയാനും കൃത്യമായിട്ട് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ, എന്തിനാണ് ആ സമയത്ത് ചെയ്യുന്നത്? 5 മാസം മുമ്പ് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അബോർഷൻ ചെയ്യിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 95% ഈ സ്കാനിങ്ങിൽ മനസ്സിലാവും. പിന്നെ വളരെയധികം ചെറിയ അവസാന കാലഘട്ടങ്ങളിലാണല്ലോ കുട്ടികളുടെ വളർച്ച പൂർണ്ണമാവുന്നത്. അപ്പോൾ അത് വളരെ ചുരുക്കം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ വൈകല്യങ്ങളുള്ള കുട്ടികളെ നമ്മൾ ആക്കുന്നത്? അത് നമ്മളുടെ മുൻപുള്ള കുഴപ്പങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ശരിയായ ഒരു 90% ശരിയായ രീതിയിൽ പരിശോധനകളോ ചെക്കപ്പിനോ ഒന്നും പോകാതിരിക്കുമ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം മുൻപേ നമ്മൾ സ്ക്രീൻ ചെയ്യുക എന്ന് പറയും. മുൻപേ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഭക്ഷണമാണെങ്കിലും വെറുതെ വാരി വലിച്ച് കഴിച്ച് വെയിറ്റ് ഒന്നും കൂടരുത്. ഓരോ ഇതുണ്ട്, എത്രയൊരു അവരവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. വെയിറ്റ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചൊക്കെ കൂടുതൽ കഴിക്കാം. ഒരു 10-15 കിലോ വരെ കൂടാം. വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ 7 കിലോയ്ക്ക് കൂടാൻ പാടുള്ളൂ. സാധാരണ വെയിറ്റ്, ഒരു ബോഡി മാസ് ഇൻഡെക്സ് എന്നൊക്കെ പറയും, സാധാരണ വെയിറ്റ് ഹൈറ്റും വെയിറ്റും റേഷ്യോ ഉള്ള ആൾക്കാരൊക്കെ ഒരു 10-11 കിലോ 14 കിലോയിലൊന്നും കൂടരുത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ 1 കിലോ 2 കിലോ ഒക്കെ ആദ്യം 3 മാസം കൂടാം. പക്ഷെ ഛർദികളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് കുറയാം. അപ്പം അങ്ങനെ ഓരോ 3 മാസം കൂടുമ്പോഴുള്ള ശരീരത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ കാലിൽ നീരുണ്ടെങ്കിലും ചിലപ്പോൾ BP ഉണ്ടാവും. നീരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം, നോക്കണം. പിന്നെ അവസാന മാസങ്ങളിലാണെങ്കിലോ വെള്ളം വരുന്നുണ്ടോ, അല്ലെ കുട്ടിക്ക് അനക്കമില്ല, ബ്ലീഡിങ് ഉണ്ട്, ആദ്യ മാസത്തിൽ ബ്ലീഡിങ്ങും അവസാന മാസം ബ്ലീഡിങ്ങും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. പിന്നെ മുലക്കണ്ണ് ശരിയാണ് എന്നുള്ളത് അതിനനുസരിച്ച് ഡോക്ടറോട് ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി മുന്നോട്ട് കൊണ്ടുവരാനും അതും മുലപ്പാൽ കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ കൂടി ശരിയാണ്. അപ്പം ഞങ്ങളുടെ ആയുർവേദത്തിന് ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് തൈരൊക്കെ പറ്റാൻ കൊടുക്കുന്നു അവസാന മാസങ്ങളിൽ. ആദ്യ മാസങ്ങളിലാണെങ്കിലും ഗർഭം അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മരുന്നുകളൊക്കെ. രണ്ടാമത്തെ മാസത്താണെങ്കിലും പിന്നെ പ്രസവം കുറച്ച് വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 9 മാസവും കൃത്യമായിട്ട് നമ്മളുടെ ചിട്ടയിലൂടെയും അതോടൊപ്പം ഞങ്ങൾ പറയുന്നില്ല മോഡേൺ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യരുതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത് നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് നമ്മൾ അതിനോട് തന്നെ യോജിച്ചു പോകുന്നു. നമ്മളുടെ അടുത്തും അവരുടെ അടുത്തും പോയി അധികം സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് പ്രസവിക്കാനുള്ള ഉപാധികൾ ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ മറ്റൊരു എന്നുള്ളതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഗർഭിണിക്ക് എന്തൊക്കെ ചെയ്യണമെന്നും പ്രസവത്തിനോടുള്ള ഭയമൊക്കെ മാറ്റാനും അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് ഉണ്ടാവുക എന്ന് അറിയില്ലല്ലോ, ഞാൻ എന്ത് കഴിച്ചാലാണ് എന്തുണ്ടാവുക, ഒരു ഉത്കണ്ഠ ഉണ്ടാവും. ഞാൻ എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം. ഇപ്പം വീടുകളിലൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങളെ കൂടുതൽ ആശ്രയിക്കാതിരിക്കാനും അങ്ങനെ ഒരു ഉപാധി ഞങ്ങൾ ഗർഭസംസ്കാരം എന്നൊക്കെ പറയും. ഉത്കണ്ഠപ്പെടുകയൊന്നും വേണ്ട, ഇത് ഇത്രയാണ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ പാട്ട് കേൾക്കണം, കുറച്ച് ചെറിയ വ്യായാമമൊക്കെ ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് നിർദ്ദേശങ്ങൾ ഗർഭകാലത്തിൽ നിങ്ങളുടെ ആരോഗ്യവും കുട്ടിയുടെ ആരോഗ്യവും നിലനിർത്താനുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ഇതന്നെ നമ്മുടെ അടുത്തുണ്ട്. അപ്പം നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ഇപ്പോൾ ഗർഭിണികളായിരിക്കുന്ന ആൾക്കാരും നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രസവം സുഖമാക്കാം. അല്ലാതെ ഉച്ചിലും വീച്ചിലും ധാരയുടെ കാര്യങ്ങൾക്കൊന്നുമല്ല, കാശ് ചെലവ് അധികമില്ലാതെ അല്ലേ. നിങ്ങൾ മാധ്യമത്തിൽ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന കുറേ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുള്ള കാശ് അത്ര പോലും കാശ് ചെലവില്ലാതെ എല്ലാ ഗർഭിണികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും സഹായപ്രദമാകുന്ന കുറേ എന്താ പറയുക സേവനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. അത്രയാണ് എനിക്ക് ചുരുങ്ങിയ സമയത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഗർഭകാലത്തിനെ കുറിച്ച് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം. ഇനി പേഴ്സണലി ചോദിക്കാം, അങ്ങനെ പബ്ലിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് എഴുതും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പറയാം. അല്ല പബ്ലിക്ക് പൊതുവായിട്ട് ചോദിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ കീർത്തി. ഞാനും പ്രസൂതി തന്ത്രശ്രീ യോഗ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ തന്നെയാണ്. അപ്പം നിങ്ങൾ അധികം ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആദ്യമായിട്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ലോക മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കണേന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ശരിക്കും നമ്മളെല്ലാം വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്ത് വരികയാണല്ലോ. അപ്പോൾ ഇറ്റലിയിൽ ഈ ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും അങ്ങനെ എല്ലാ പ്രതിനിധികളും ചേർന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അതാണ് ഒരു ഇന്നസെന്റ് ഡിക്ലറേഷൻ എന്ന് പറയും. അതിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക്, ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു ആദ്യത്തെ വാക്സിൻ തന്നെ പറയാമല്ലേ, മുലപ്പാല്. അപ്പോൾ ആ ഒരു അവകാശം കിട്ടണം, അത് വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ അമ്മയ്ക്കും അതിന് വേണ്ട പിന്തുണ നൽകുക. ആ ഒരു കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, പ്രഖ്യാപനമാണ് ഇത് ഇന്നസെന്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് ഈ എല്ലാ കൊല്ലവും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നമ്മൾ ലോക മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് മാത്രമല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നില്ലെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മുലയൂട്ടലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇതിൽ ഇപ്പോൾ മുലയൂട്ടുന്ന എത്ര അമ്മമാരുണ്ട്? ഓക്കെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗർഭിണികളും ഇത് കേൾക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഗർഭകാലത്തിൽ തന്നെ ഈ ഒരു സ്തന്യം എന്നാണ് ആയുർവേദത്തിൽ പറയുക. അപ്പം അതിൻ്റെ ഒരു ഉൽപാദനം ഗർഭകാലത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ മുലയൂട്ടാനായിട്ട് സ്തന്യത്തിൻ്റെ, അതായത് നമ്മളുടെ ഒരു ബ്രസ്റ്റ്, അതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കണത് ഗർഭകാലത്ത് നല്ലതാണ്. അപ്പം നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന പാലിനെയാണ് എന്ത് പറയുക, മഞ്ഞ കളറിലുള്ള ഒരു പാലാണ് അല്ലേ, കൊളസ്ട്രം എന്ന് പറയും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, അത് പിഴിഞ്ഞു കളയണം. ഒരിക്കലും ചെയ്യരുത്. കാരണം കുട്ടിയുടെ ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് ആ പാലാണ്. അപ്പോൾ നമ്മളത് കൊടുത്തിരിക്കണം. പിന്നെ വരുന്ന പാല്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, എത്ര നേരം, കുറച്ച് സംശയങ്ങൾക്കുള്ളൊരു മറുപടി എന്ന് പറഞ്ഞ പോലെ, കുട്ടി ആദ്യം തന്നെ കരയണു. അപ്പോൾ പാല് മതിയാവാഞ്ഞിട്ടാണോ കുട്ടി കരയുന്നത്? പാല് മതിയാവോ? വളരെ കുറച്ച് മാത്രമേ പാല് വരുന്നുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് മതിയാകുന്നുണ്ടോ, തികയുന്നുണ്ടോ, അതോ പൊടിപ്പാല് കലക്കി കൊടുക്കണോ പ്രസവം കഴിഞ്ഞ ഉടനെ എന്നൊക്കെ സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കൊളസ്ട്രം അല്ലെങ്കിൽ ആദ്യത്തെ അതിൽ കുട്ടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ആദ്യം അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോപ്പറായിട്ട് മൂത്രം പോകുന്നില്ലേ, ഒരു 6-8 പ്രാവശ്യമൊക്കെ ഒരു ദിവസം മൂത്രം പോകുന്നില്ലേ, വയറ്റിന്ന് മോഷൻ പോകുന്നില്ലേ, അങ്ങനത്തെ കാര്യം നോക്കാം. പിന്നെ ഫീഡ് ചെയ്യേണ്ട സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിയെ പിടിക്കുന്ന രീതിയാണ്. ശരിയായിട്ട് മുലയൂട്ടലിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് എന്താണ്, അമ്മ ഇരിക്കേണ്ട ഒരു പൊസിഷൻ, കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ഇപ്പോൾ കസേരയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ പുറകിനൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, കുട്ടിയെ നമ്മുടെ മടിയിൽ വെക്കണം. കുട്ടിയെ മടിയിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ബ്രസ്റ്റ് കുട്ടിയുടെ വായയുടെ അവിടേക്ക് ആക്കുന്ന പോലെ ആവരുത്. കുട്ടിയെ നമ്മളുടെ ബ്രസ്റ്റിൻ്റെ അടുത്തേക്ക് സപ്പോർട്ട് ചെയ്ത പോലെയാണ് പിടിക്കേണ്ടത്. അപ്പോൾ പില്ലോ വെക്കുക, ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ ഉണ്ട് അല്ലെങ്കിൽ സാധാരണ പില്ലോ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം, പൊസിഷൻ കറക്റ്റ് ചെയ്യുക, കാല് നിലത്തുറപ്പിച്ച് മര്യാദയ്ക്ക് കസേരയിൽ സപ്പോർട്ടോട് കൂടി ഇരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം കുട്ടിയെ പിടിക്കേണ്ട രീതിയാണ്. കുട്ടിയെ പിടിക്കാനായിട്ട് പലതരം രീതികൾ, ഒരു 4-5 തരം രീതികൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ത്, നമ്മൾ ഇടതുവശത്തെ പോലെയാണ് കൊടുക്കുന്നത് എങ്കിൽ കുട്ടിയെ ഇടത് കയ്യിൽ പിടിക്കുക, ക്രാഡിൽ പൊസിഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ കുട്ടിയുടെ തല ഈ ഇടത് കയ്യിൽ വെക്കുന്നു, അങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുന്നതാണ് ക്രാഡിൽ പൊസിഷൻ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ക്രോസ് ക്രാഡിൽ എന്ന് പറയും. അതായത് നമ്മൾ കുട്ടിയുടെ തലയും പുറവും കൂടി വലത് കയ്യിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇടത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കുന്ന രീതി. ഓക്കെ, ക്രോസ് ക്രാഡിൽ. അപ്പോൾ ഈ ന്യൂ ബോൺ ബേബി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്കൊരു സപ്പോർട്ട്, അമ്മമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പൊസിഷനും കൂടെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതായത് നിപ്പിൾ, കുട്ടി പാല് കുടിക്കുന്ന സമയത്ത്
നിപ്പിളും ഏരിയോളിയും എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. അപ്പൊ ആ മുലക്കണ്ണും അതിന് ചുറ്റുമുള്ള ഭാഗവും, മുലക്കണ്ണ് മാത്രമാണ് കുട്ടിയുടെ വായിൽ എത്തുന്നതെങ്കിൽ എന്താ പ്രോപ്പറായിട്ട് പാല് കിട്ടില്ല. അപ്പൊ അവിടെ കടിക്കാൻ തുടങ്ങും, കടിക്കുമ്പോൾ അവിടെ പൊട്ടാൻ തുടങ്ങും. അപ്പൊ അമ്മയ്ക്ക് വേദന വരും. അപ്പൊ അതിന് ചുറ്റുമുള്ള ആ ഒരു ബ്ലാക്ക് പോർഷൻ ഏരിയോളിയും കൂടെ വായിലേക്ക് പോയാൽ മാത്രമാണ് കുട്ടിക്ക് വേണ്ട പാല് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാം, ഒരു സപ്പോർട്ട്, ബ്രസ്റ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാം. അപ്പൊ ആ സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് പിടിക്കാൻ പറ്റും ഈ ഒരു പൊസിഷനിൽ. അങ്ങനെ ഫീഡ് ചെയ്യിക്കാം. അപ്പൊ ഇതാണ് 2 പൊസിഷൻ. ഒന്ന് ഇടത് കയ്യിൽ കുട്ടിയുടെ തല വരുന്ന രീതിയിൽ ഇടതുവശത്തെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ക്രാഡിൽ പൊസിഷൻ എന്ന് പറയും. പിന്നെ വലത് കയ്യിൽ കുട്ടിയെ പിടിച്ചിട്ട് ഇടതുവശത്തെ ബ്രസ്റ്റ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടും. പിന്നെയുള്ള ഒരു പൊസിഷനാണ് ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയും. അതായത് ഇപ്പൊ ഇരട്ട കുട്ടികളാണ്, അപ്പൊ ഒരു കുട്ടി 2 പേരും ഒരുമിച്ച് കരയാണ്, ഒരാളുടെ മുഴുവൻ തീർന്നിട്ടേ അടുത്ത ആൾക്ക് കൊടുക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പോഴത്തേക്കും അവിടെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവര് വിചാരിക്കുന്ന സമയത്ത് പാല് കിട്ടിയില്ലെങ്കിൽ പിന്നെ കൊടുത്താൽ കൂടിയും അവർ വായ തുറക്കില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ സപ്പോർട്ടോട് കൂടി 2 കൈയിലും കുട്ടിയെ പിടിച്ചിട്ട് കൊടുക്കാവുന്ന ഒരു പൊസിഷനാണ്. വലത് കയ്യിൽ പിടിക്കുക, വലത് ബ്രസ്റ്റ് കൊടുക്കുക, ഇടത് കയ്യിൽ കുട്ടിയെ പിടിക്കുക, അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടും കൊടുക്കാം. അപ്പൊ അതാണ് ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സൈഡ് ലൈൻ പൊസിഷൻ. അതായത് പ്രത്യേകിച്ചും സിസേറിയൻ ഒക്കെ കഴിഞ്ഞ അമ്മമാർക്ക് രാത്രി പാല് കൊടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ പുറം വേദന, നടുവേദനയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വീകരിക്കാവുന്ന ഒരു പൊസിഷനാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഉറങ്ങിപ്പോകാൻ പാടില്ല. കാരണം അമ്മ അത്രയും ടയേർഡ് ആയിട്ടുണ്ടാവും. ഓരോ പ്രാവശ്യവും കുട്ടി പാല് കുടിച്ച് മൂത്രമൊഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ രാവിലെ മുഴുവൻ വിരുന്നുകാര്, വർത്തമാനം ഇതൊക്കെ ആകുമ്പോൾ കുട്ടിയേക്കാൾ കൂടുതൽ ക്ഷീണിച്ചു പോകുന്നത് ഒരമ്മയാണ്. അപ്പോൾ ആ അമ്മ പാല് കൊടുത്ത് അങ്ങനെ ടയേർഡായി ഉറങ്ങിപ്പോകാനും ഈ പാല് ഫ്ലോ വന്ന് കുട്ടി ഒരുപാട് നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കണു അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പറയണത് മുലയൂട്ടുക എന്നുള്ളത് ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഒരു കുടുംബം, ഒരു സമൂഹം, ഞങ്ങളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകര്, എല്ലാവരും, ജോലി സ്ഥലം, എല്ലാവരും ഒരുപോലെ പിന്തുണ നൽകുമ്പോൾ മാത്രമേ നമുക്ക് ഈ മുലയൂട്ടൽ എന്നുള്ളത് എന്താ പറയുക പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ പാല് കൊടുക്കണേൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു 2 ടൈപ്പ് പാലുണ്ട്. ചില ആൾക്കാർ പറയും വെള്ളം പോലത്തെ പാലാണ്. അത് പ്രത്യേകിച്ചും വീട്ടുകാരാണ് അത് പറയാല്ലേ, പാല് വെള്ളം പോലത്തെയാണ്, കുട്ടി വെയിറ്റ് വെക്കണില്ല, ഏത് നേരവും കരച്ചിലാണ്. അതെന്താന്ന് വെച്ചാൽ ആദ്യം വരുന്ന പാല് എന്ന് പറയുന്നത് ഫോർ മിൽക്ക് എന്ന് പറയും. അതായത് അതിൽ കൂടുതലും വെള്ളത്തിന്റെ ഭാഗമാണ്. അതിൽ പ്രോട്ടീൻ, ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്, എങ്കിലും അത് കുട്ടിയുടെ ദാഹം ശമിപ്പിക്കാനുള്ള പാലാണ്. അത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക വെച്ചാൽ ചിലപ്പോൾ കുട്ടികൾ ആ പാല് കുടിച്ച് അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ വെച്ചിട്ട് അങ്ങനെ ഉറക്കും. പക്ഷെ ഒരു മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണം, അതിൻ്റെ ഒരു ഇത് പോയി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 to 20 minutes ഒരു സൈഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒരു സൈഡ് ബ്രസ്റ്റ് ഫീഡ് ചെയ്തു, നേരെ അപ്പുറത്തെ സൈഡും കൊടുത്തു എന്ന് വെച്ചാൽ 2 മുലയിൽ നിന്നും എന്തേ കിട്ടുള്ളൂ, ഈ ഫോർ മിൽക്ക് എന്ന് പറയുന്ന വെള്ളം പോലത്തെ പാലേ കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഹൈ മിൽക്ക് എന്ന് പറയും, അതായത് കുറച്ച് കട്ടിപ്പാല്, അത് കിട്ടിയാൽ മാത്രമാണ് കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ബ്രസ്റ്റ് ഫുള്ളായിട്ട് ഫീഡ് ചെയ്തതിന് ശേഷം വേണം അടുത്ത സൈഡ് മാറ്റി കൊടുക്കാമെന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാല് കൊടുത്താൽ മാത്രം പോരാ, കുട്ടി ഉറങ്ങി ഇനി തൊട്ട് കഴിഞ്ഞാൽ കുട്ടി എണീക്കും എന്ന് വിചാരിച്ച് കുട്ടിയെ തൊടാതെ കിടത്തരുത്. എന്ത് ചെയ്യണം, നന്നായിട്ട് ബർപ്പ് ചെയ്യണം. ബർപ്പ് ചെയ്യണ സമയത്ത് കുട്ടിയുടെ ഗ്യാസ്, കാരണം കുട്ടി എങ്ങനെയാ പാല് കുടിക്കുക വെച്ചാൽ വായയിലേക്ക് ഇങ്ങനെ സക്ക് ചെയ്ത് നിറച്ചിട്ട് വായ നിറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങും, ഗൾപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് എയറും കൂടെ കുട്ടിയുടെ വായിൽ കയറുന്നുണ്ട്. അപ്പൊ ആ അങ്ങനെ കയറിയ ഗ്യാസ് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, വയറുവേദന തുടങ്ങും. കുട്ടി വയറുവേദനിച്ച് കരയും. കരഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പാല് കൊടുക്കുക വെച്ചിട്ട് വീണ്ടും കൊടുക്കും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, നമുക്കൊക്കെ വിശന്ന് അല്ലെങ്കിൽ നമുക്കൊക്കെ ഗ്യാസ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു വയറുവേദന ഉണ്ടാവില്ലേ, ഇതേപോലെ കുട്ടിക്ക് അതിനേക്കാൾ കൂടുതൽ കുഞ്ഞു വയറല്ലേ, അപ്പോൾ കൂടുതൽ വേദന ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നുകിൽ നമ്മളുടെ ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് കിടത്തിയിട്ട്, അതായത് കുട്ടിയുടെ വയറ് ഭാഗം നമ്മളുടെ ഇവിടെ വരണ പോലെ ആക്കിയിട്ട് കൈപ്പടം ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് കുട്ടിയുടെ മേല് ബർപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലെങ്കിൽ തൊടയിൽ കിടത്തിയിട്ടും നമുക്ക് തട്ടിക്കൊടുത്ത് ഗ്യാസ് കളയാം. ഓക്കെ, അപ്പം ഈ ഒരു 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേണ്ട
അതിനെ അമ്മയുടെ ആരോഗ്യത്തെ അതായത് മുലപ്പാലിൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടാനുള്ള ഭക്ഷണക്രമം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതൽ ഒരാൾക്കുള്ളത് കഴിച്ചാൽ പോരാ, രണ്ടാളുടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കയറ്റി കഴിപ്പിക്കും. അതിനേക്കാൾ കൂടുതലാണ് പ്രസവം കഴിഞ്ഞിട്ട് ഓരോ ദേശത്തിനനുസരിച്ചിട്ട് പല പല ലേഹ്യങ്ങളും വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് കുറേ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം പ്രോപ്പറായിട്ടുള്ളത് ദഹനശക്തിക്ക് അനുസരിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഇപ്പം നമുക്ക് പാല്, അതുപോലെ ഓറഞ്ച് ജ്യൂസ് അത് നല്ലതാണ്, ബദാം നല്ലതാണ്, ചെറിയ ഉള്ളിച്ചോറ് പോലെ ഉള്ളി മഞ്ഞൾ മൂപ്പിച്ചിട്ട് ചോറിൽ കൂട്ടി കഴിക്കാം, തേങ്ങ നല്ലതാണ്, ഉലുവ നല്ലതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിലൊന്ന് ഉൾപ്പെടുത്തുക. പിന്നെ പ്രോപ്പറായിട്ട് വൈദ്യസഹായത്തിനനുസരിച്ചിട്ടുള്ള മരുന്നുകളുമാണ് നോക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ മുലയൂട്ടൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട്? നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും എന്താണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്താ അടുത്ത ഒരു കുട്ടികളുടെ ഒരു കാര്യം കൂടെ പറയാനായിട്ട് സാറിന് കൊടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുലയൂട്ടലിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഉള്ള ഒന്നാണ്. ഇത് നിങ്ങൾക്ക് അറിയാലേ, ഉലുവ. ആശാലി എന്ന് പറഞ്ഞിട്ട് കാക്കനാട് മരുന്നൊക്കെ കിട്ടും. ആശാലി മരുന്നിലൊക്കെ കൊടുക്കുന്നുണ്ട്. കാണോ 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 ഷാദൂപ്പ് അറിയോ? ഷാദൂപ്പ് ഷാദൂപ്പ, ശതാവരി, ജീരകം. അപ്പോൾ ശരി, താങ്ക് യു. അതായത് ബാലചികിത്സ വിഭാഗം നിങ്ങൾ കേട്ട് കാണും. ബാലചികിത്സ അല്ലെങ്കിൽ ബാലരോഗ വിഭാഗം എന്ന് പറഞ്ഞ വിഭാഗം ആരോഗ്യമാണ്. പണ്ട് മുതലേ നിങ്ങൾ പരിചിതരായിരിക്കും. പണ്ട് നിങ്ങളുടെ ചെറുപ്പകാലത്ത് മിക്കവരും കരപ്പനും മറ്റ് രോഗങ്ങൾക്കൊക്കെ ബാലചികിത്സ അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികളുടെ വൈദ്യന്മാരെ കാണിക്കുന്നൊരു പതിവുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആയുർവേദ കോളേജുകളിലേക്കായി മാറി ഒരു ബാലചികിത്സ അല്ലെങ്കിൽ പീഡിയാട്രിക് വിഭാഗം എന്ന് പറഞ്ഞൊരു സെക്ഷൻ മാറി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ കുട്ടികളുടെ ആരോഗ്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ലോകം മുലയൂട്ടൽ വാരാനുബന്ധിച്ചുള്ള ഒരു ഒക്കേഷനിലാണ് ഇരിക്കുന്നത് കൊണ്ടിട്ട് ആ മുലയൂട്ടലിൻ്റെ പ്രാധാന്യം മുതൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞതാണ്. മുലയൂട്ടലിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്തിലെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും പ്രാധാന്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം? പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് ഈ ഒരു കാലത്തിൽ ഇപ്പൊ ഇത്രമാത്രം സ്ട്രെസ് കൊടുത്തിട്ട് മുലയൂട്ടലിനെ പറ്റി പറയണമെങ്കിൽ എന്തായിരിക്കും കാര്യം? അല്ല, സമൂഹത്തിൽ വന്ന മാറ്റം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം, കൂടുതൽ അമ്മമാരിപ്പോ ജോലിക്ക് പോയി തുടങ്ങി. അമ്മമാര് ജോലിക്ക് പോയി നല്ല കാര്യമാണ്, അത് നല്ല മാറ്റമാണ്. പക്ഷെ അപ്പോൾ ആ ജോലിക്ക് പോയി തുടങ്ങിയ മാറ്റം പക്ഷെ കുഞ്ഞിനെ ബാധിക്കരുത്, അതാണ് ഉദ്ദേശം. പക്ഷെ കുഞ്ഞിന് പണ്ട് 6 മാസം വരെ കിട്ടിയിരുന്ന മുലപ്പാല് കിട്ടണം, സംശയമില്ല. 4 മാസം വരെ മുലപ്പാല് മാത്രമേ കൊടുക്കാവൂ. അത് കഴിഞ്ഞ് മാത്രമേ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ യഥോചിതമായിട്ട് ക്രമേണ ഒരു എന്താ പറയുക, സാധാരണഗതിക്ക് വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് അറിയാം. പണ്ട് കുട്ടികളെ വളർത്തിയ ശീലമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഏകദേശം എന്താണ് ആദ്യം കൊടുത്തു തുടങ്ങേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായം തരണം, അതായിരിക്കും ഉചിതമായ മാർഗം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പിന്നെ വേറൊരു ഇന്നിവിടെ ഒരു നടത്താമെന്ന് വെച്ചാൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി പിന്നെ ബുദ്ധി വികാസം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗം. അത് പണ്ട് കാലത്ത് നിങ്ങൾ കേട്ട് കാണും, നിങ്ങളിപ്പോൾ ക്ഷീണിച്ച് കാണും, പല ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. നിങ്ങളവിടെ ഒരു കല്ലിൽ ഒരച്ച് കഴിക്കുന്ന മരുന്ന് കിട്ടുന്നുണ്ടോ? ഓരോ മരുന്നൊന്ന് കേട്ടിട്ടുണ്ടാവും. ആരും കണ്ടോ ഓരോ മരുന്ന്? ആരെയും കഴിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ആരെയും കഴിച്ചോട് കൈബുക്കാം, ഓരോ മരുന്ന് കേട്ടുള്ള കൈബുക്കാം. എന്താ ഓരോ മരുന്ന്? അതെ, എന്നുവെച്ചാൽ പണ്ട് കാലത്ത് വൈദ്യന്മാർ കണ്ടു കാണും, ഒരു പരമ്പരത്തൊരു കല്ലുണ്ടാവും.
ആ കല്ലിലാണ് മരുന്നുകൾ ഉരയ്ക്കും. ഉരച്ചിട്ട് ഈ പറഞ്ഞ പോലെ തേനോ എന്തെങ്കിലും ഉരച്ചിട്ട് അതിന്റെ മരുന്നിന്റെ അംശം ആ കല്ലിൽ പറ്റി കഴിയുമ്പോൾ കുറച്ച് തേൻ ഒഴിച്ചിട്ട് അതങ്ങ് മിക്സ് ആക്കി കുഞ്ഞിന് നാവില് വെച്ചു കൊടുക്കും. ഇതാണ് ഓരോ മരുന്ന്. കാരണം അത്രയും ചെറിയ ഡോസിൽ മതി ആ മരുന്ന്. പ്രത്യേകിച്ച് പണ്ട് കാലത്ത് ചെയ്തിരുന്നത് സ്വർണ്ണമാണ്. സ്വർണ്ണം എന്താ ചെയ്യാ? വയമ്പ് ശരിയാണ്. വയമ്പ്, സ്വർണം അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കുട്ടി ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയും ബുദ്ധിവികാസം ശരിക്കാൻ വേണ്ടിയും രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ചെയ്യുന്ന വെച്ചാല് ഈ സ്വർണത്തിന്റെ പണ്ടൊക്കെ മോതിരം അല്ലെങ്കിൽ സ്വർണത്തിന്റെ തകിട് എടുത്തിട്ട് ഈ കല്ലിലങ്ങ് ഉരയ്ക്കും. എന്നിട്ട് ആ കല്ലില് നിറം സ്വർണത്തിന്റെ നിറമായിട്ടും ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ തന്നെ അതിൽ കുറച്ച് തേനോ അല്ലെങ്കിൽ നെയ്യ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുട്ടിയെ വടിച്ച് കുട്ടിയുടെ നാവിൽ വെച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഈയിടെ ഇപ്പോഴും ഉണ്ട്, പലയിടങ്ങളിലും ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങ് കുറച്ചങ്ങ് കുറഞ്ഞു പോകുന്ന സംവിധാനം എന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ആ ഉരയ്ക്കുന്നെങ്കിൽ കുറച്ച് സമയം വേണ്ടേ, കുറച്ച് നമ്മുടെ സമയം വേണം. പിന്നെ ഈ പറഞ്ഞ സമയം കുറച്ചുകൂടെ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഇത് ഉരക്കുക, പിന്നെ തേനെടുത്തിട്ട് അത് വടിച്ച് കൊടുക്കുക. അതിലും ഭേദം ഇപ്പോൾ ഒരു കുപ്പിയിലാക്കിയിട്ട് ഈ സ്വർണ്ണഭസ്മം ഇപ്പം മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ കുപ്പിയിലാക്കിയിട്ട് കുറച്ച് തേനും നെയ്യും പിന്നെ ഡൈജഷൻ പ്രോപ്പർ ആക്കുന്ന കുറച്ച് മരുന്നുകളുടെ പൊടി, ഇത് കോയമ്പ് അങ്ങനത്തെ കുറച്ച് മരുന്നുകൾ ചേർത്തിട്ട് ഈ ബുദ്ധിവികാസം, ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി ഇവയെല്ലാം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ അരച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കുട്ടികൾക്ക് കൊടുത്താൽ മതി. അത് ഈ പറഞ്ഞ പോലെ ഈ മരുന്ന് ഇപ്പൊ നമ്മൾ സൗജന്യമായിട്ട് ഇവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ മരുന്ന് എന്ന് വെച്ചാൽ ഓരോ മാസവും കൊടുക്കുന്നതാണ് നല്ലത്. കുറച്ച് 5 വയസ്സ് പ്രായം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ച, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വളർച്ച എന്ന് പറഞ്ഞാൽ മാക്സിമം നടക്കുന്നത് ഏകദേശം 95%, 90% നടക്കുന്നത് 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. 80% 2 വയസ്സ് വരെ, 90% പിന്നെ ഒരു 5 വയസ്സ് വരെ. ബാക്കിയൊക്കെയാണ് പിന്നെ 5 വയസ്സ് കഴിഞ്ഞാലും ബ്രെയിൻ അത്ര വലുതാവില്ല. ഉദാഹരണം നോക്കിയാൽ നിങ്ങളുടെ കുട്ടികൾ നോട്ട് ചെയ്ത് അറിയാൻ പറ്റും. ഹെഡ് സൈസ്, തലയുടെ വലിപ്പം നോക്കിയാൽ മതി. ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ടൊന്നും തല വണ്ണം വെക്കൂല, നോക്കിയാൽ മതി. 2 വയസ്സ് വരെ നല്ല വെക്കുള്ളൂ. അത് കഴിഞ്ഞ് 5 വയസ്സ് വരെ പിന്നെയും വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കാര്യമായ വ്യത്യാസം തലയുടെ സർക്കംഫറൻസ് ഉണ്ടാവില്ല. അതാണ് ബ്രെയിൻ ഡെവലപ്മെന്റ്. അപ്പൊ ഈ സമയത്താണ് നമ്മൾ ഇന്റർവെൻ ചെയ്യേണ്ടത്. അതായത് ഈ സമയത്ത് കുട്ടിക്ക് ബുദ്ധിവികാസത്തിനകത്തുള്ള മരുന്നുകൾ കൊടുക്കുന്നത് മൂലം സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പറായി നടക്കും. അപ്പോൾ സ്വർണം, നിങ്ങൾക്കറിയാം, സ്വർണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏറ്റവും ആയുർവേദത്തിന്റെ രീതിയിൽ പറഞ്ഞ ഏറ്റവും മേധ്യമായിട്ടൊരു രസായനം. മേധ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മേധ്യം, ധൃതി, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേധാശക്തി, അതായത് ബുദ്ധിശക്തി, വേറെ ഒന്നുമില്ല. ബുദ്ധിശക്തി ഏറ്റവും കൂടാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് സ്വർണം എന്ന് പറഞ്ഞത്. അപ്പൊ സ്വർണം ഈ പറഞ്ഞ പോലെ പ്രാശത്തിന്റെ രൂപം, അതായത് ചെറിയ തുള്ളിമരുന്നിന്റെ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ, വിഷ്ണു ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിൽ എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ മിക്കവാറും അനുഭവിച്ചിട്ടുണ്ടാവും. മിക്ക കുട്ടികൾക്ക് ഇതുപോലെ പറഞ്ഞ പോലെ എന്താ പറയാ, വിട്ടുമാറാത്ത പനി, ചുമ, ഒന്ന് പനി മാറി അടുത്ത മഴക്കാലാകുമ്പോൾ അടുത്ത പണി, മൂക്കരപ്പ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയുടെ കുറവ് കൊണ്ടാണ് സംഭവിക്കുക. പണ്ട് കാലത്ത് ഒരു പക്ഷേ ഇതിനെ മേക്കപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത് ഇന്ന കാലഘട്ടത്തിൽ കുറച്ചുകൂടെ അറിവിന്റെ കുറവുണ്ടോ എന്തോ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്തു വരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വിധത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ബോധവൽക്കരണം കൂടെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു മെച്ചം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ക്യാമ്പിന്റെ ഉദ്ദേശം. കൂടാതെ ഇന്ന് സൗജന്യമായിട്ട് എല്ലാവർക്കും കൂടെ മരുന്നുകൾ, കുട്ടികൾക്ക് എല്ലാവരും മരുന്ന് തരുന്നതാണ്. പിന്നീടും ഈ പറഞ്ഞ പോലെ സേവനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. എല്ലാ മാസം അവസാനത്തെ വെള്ളിയാഴ്ചകളിലും ലഭ്യമാണ്. കൂടാതെ ഈ പറഞ്ഞ പോലെ ബാലചികിത്സ വിഭാഗത്തിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കുണ്ടാവും നിരന്തരമായ പനി, ചുമ, ശ്വാസം മുട്ടൽ, അങ്ങനെ ചെറിയ പിന്നെ രോഗപ്രതിരോധ ശേഷി കുറവ്, പിന്നെ ചെറിയ എന്താ പറയാ, അങ്ങനെ ചെറിയ അലർജി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. പിന്നെ എനിക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പല കുട്ടികളിലും കണ്ടൊരു സാധനം വെച്ചാൽ മൊബൈലുകളിൽ ഇരിക്കുന്നതാണ്. അതും വേറൊരു വിഷയമാണ്. കുട്ടികൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ കുട്ടികളെ കൊടുക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ. അതൊരു പരിധി വരെ നിയന്ത്രിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. ശരി, ആയിക്കോട്ടെ. ഓർഡർ എടുക്കാൻ പാടില്ല.
വന്നതല്ലേ, ഇനി എന്തായാലും മെഡിസിൻ വാങ്ങിച്ചിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോകാം കേട്ടോ.